നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചെറുതുരുത്തിയിൽ യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. പാഞ്ഞാൾ പഞ്ചായത്തിലെ ചിറക്കോണം കുന്നുമ്മൽ വീട്ടിൽ സേതുമാധവനാണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷന് സമീപത്ത് റെയിൽവേ ട്രാക്കിൽ വെള്ളിയാഴ്ച രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. നാഗലശ്ശേരി പഞ്ചായത്തിലെ പിലാക്കാട്ടിരി സ്കൂളിന് സമീപം 54-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം പെരുമ്പടപ്പ് സ്വദേശി വിരുതിയിൽ വീട്ടിൽ ബാബുവാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7 മണിയോടെയാണ് ഇയാളെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത്. മലപ്പുറം സ്വദേശിയായ ഇയാളുടെ പിലാക്കാട്ടിരിയിലെ സ്ഥലത്ത് ചക്കയിടാൻ എന്ന പേരിൽ എത്തിയതായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. തൃത്താല ഞാങ്ങാട്ടിരി അമ്പലവട്ടത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം റോഡിൽ പാഴാകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ഇതോടെ ഇവിടുത്തെ നിരവധി കുടുംബങ്ങളിലേക്ക് കുടിവെള്ളവും എത്തുന്നില്ല. കുടിവെള്ളം പാഴാകുന്നതോടൊപ്പം റോഡ് തകരുകയും ചെയ്യുന്നുണ്ട്. തൃത്താല പഞ്ചായത്തിലെ ഞാങ്ങാട്ടിരി അമ്പലവട്ടത്താണ് റോഡിനടിയിലൂടെയുള്ള കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. മാസങ്ങളോളമായി ഇവിടെ കുടിവെള്ളം പാഴായിക്കൊണ്ടിരുന്നു. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അധികൃതരെത്തി ഇത് നേരെയാക്കിയിരുന്നെങ്കിലും വീണ്ടും തകരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. കുടിവെള്ളം റോഡിൽ പാഴാകുമ്പോൾ ഈ പ്രദേശത്തുകാരാവത്തെ കുടിവെള്ള ക്ഷാമത്തിലാണ്. മഴയുണ്ടെങ്കിലും പല വീട്ടുകാരും പൈപ്പ് ലൈനിലൂടെ വരുന്ന കുടിവെള്ളത്തെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിവസങ്ങളോളമായി ഇവിടുത്തുകാർ കുടിവെള്ളക്ഷാമം നേരിടുകയാണ്. ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. അമ്പല റോട്ടിലെ ഈ പൈപ്പ് 5 ദിവസം മുന്നേ വന്ന് നേരാക്കിയത്. രണ്ട് പൈപ്പ് ഇട്ട് അവർ മൂടിയിട്ടിട്ട് അടച്ചു പോയപ്പോൾ അന്ന് തന്നെ വയറ് പോയിട്ട് വെള്ളം മാട്ടായ പോയിട്ട് വെള്ളം പോയിട്ട് ഓൺ ചെയ്തിട്ട് വന്നപ്പോഴും ഇവിടെ വെള്ളം മറ്റേ പുറത്തുകൂടെ പൊട്ടിയിട്ടാണ് വന്നുകൊണ്ടിരിക്കണത്. ഈ വീട്ടിലെ കൺഷൻ അവിടുന്ന് വന്നിരുന്ന കൺഷനാണ് ഇപ്പോൾ ആ വീട്ടിലേക്ക് ആ കൺഷൻ ഇല്ലാണ്ടാക്കിയിരിക്കുക. അങ്ങനെ പടച്ച് പൊട്ടിച്ചിട്ട് പോയിക്കണത്. 2-3 മാസമായി പൊട്ടിയെടുക്കണം. എന്നിട്ട് വന്നിട്ട് 5-6 ദിവസമായിട്ട് 5-6 ദിവസം മുന്നേ വന്ന് നേരാക്കി പോയി. അല്ല മുന്നെത്ര പോയിരുന്നില്ല. ഇപ്പൊ ഇത് ഇട്ടേനാണ് ഇത്രയും കൂടുതൽ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വീട്ടുകാരെ കൺഷനും കൂടി ഇപ്പോൾ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. റോഡിന്റെ മേൽഭാഗത്ത് കൂടെയാണ് പൈപ്പ് പോയിറക്കണത്. അതൊന്ന് അടിയിലേക്ക് ആക്കിയിട്ട് ഫിറ്റ് ചെയ്താൽ നല്ലതായിരുന്നു. ചെയ്യുന്ന പണി നല്ലതായി ചെയ്യായിട്ടാണ് ഇത് സംഭവം. അതിപ്പോ അങ്ങനെ തന്നെ ഇപ്പൊ ഇതുണ്ടായത്. ഇപ്പൊ ഈ പണിയുടെ തന്നെയാണ് ഇപ്പൊ ഈ കാട്ടിപ്പോയത്. അന്നേലും കാട്ടിക്കൂട്ടി അന്നേരം കാശ് പഠിച്ച് പോവാ. അതൊക്കെ തന്നെ പരിപാടി. ഒരു വണ്ടി പോകുമ്പോഴും വീണ്ടും പൊട്ടുന്നു. പിന്നെ അതുപോലെ തോട്ടമുഖം പോകുന്ന റോഡിന് അവിടെ കനാല് വഴിക്ക് പൊട്ടി പോകണ്ടേ. ഞാൻ വാട്ടർ അതോറിറ്റി ചെന്നിട്ട് പറഞ്ഞിട്ട് അവർ വന്ന് 2 ആൾ വന്ന് നോക്കി പോയതിനു ശേഷം പിന്നെ അവരാണ്ട് വന്നിട്ട് തന്നെ ഇല്ല. അവിടെ എപ്പോഴും പൊട്ടിയിട്ട് കനാലിൽ കൂടെ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. കുടിവെള്ളം തകരുന്നതോടൊപ്പം തന്നെ റോഡ് തകർച്ചയും ഇവിടെ രൂക്ഷമാണ്. റോഡിനടിയിലൂടെയാണ് കുടിവെള്ളം പാഴായി പോകുന്നത്. ഇതുമൂലം റോഡിന്റെ ഉപരിതലം പൊളിഞ്ഞ് കുഴികൾ രൂപപ്പെട്ട് കഴിഞ്ഞു. ഇതിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 3 പൈപ്പ് നിലവിൽ പൊട്ടിയിട്ട് ഒരുപാട് വെള്ളം വേസ്റ്റായി പോകുന്നുണ്ട്. 3 വീട്ടിലേക്കുള്ള വെള്ളമാണ് ഇപ്പൊ ഈ ഭാഗത്ത് പൊട്ടിപ്പോകുന്നത്. ഉയർന്ന പ്രദേശത്ത് ഇതിന്റെ അപ്പുറത്ത് ഉയർന്ന പ്രദേശമുള്ള 30ഓളം വീട്ടിലേക്ക് വെള്ളം ഇപ്പോൾ തീരെ കിട്ടാത്ത അവസ്ഥയിലാണ്. ഇപ്പോൾ ഈ നിലവിലെ ഈ 3 വീട്ടിലേക്കും വെള്ളം കിട്ടുന്നില്ല. ഈ നിരയിലുള്ള 30ഓളം വീട്ടിലേക്കും വെള്ളം കിട്ടുന്നില്ല. സംസ്ഥാന പാതയിൽ അപകടക്കെണിയായി റോഡിലെ കുഴികളിൽ വീണ് ഇരുചക്രവാഹന യാത്രക്കാരടക്കമുള്ളവർക്ക് അപകടം സംഭവിക്കുന്നത് നിത്യസംഭവമായിരിക്കുകയാണ്. ചെറുതുരുത്തി പൊന്നാനി സംസ്ഥാന പാതയിൽ ആറങ്ങോട്ടുകര എഴുമങ്ങാട് മേഖലയിൽ നിരവധി കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ആറങ്ങോട്ടുകര ടൗണിൽ പല ഭാഗത്തായി രൂപപ്പെട്ട കുഴികൾ രാത്രിയിൽ കാഴ്ചയിൽപ്പെടാത്തതും മഴ പെയ്യുന്നതോടെ കുഴികളിൽ വെള്ളം നിറയുന്നതിനാൽ കുഴികളുടെ ആഴം മനസ്സിലാവാത്തതും അപകടങ്ങളുടെ എണ്ണവും വ്യാപ്തിയും കൂട്ടുന്നു. അപകട മേഖലയായ എഴുമങ്ങാട് ബാറിന് സമീപവും വലിയ രീതിയിലുള്ള കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഴികളുള്ളതാണ്. ഈ കുഴികളിങ്ങനെ ബോട്ടടച്ച് പോകുന്നുണ്ട്. പക്ഷെ അത് സക്സസ് ആവുന്നില്ല. ഇവിടെ എപ്പോഴും ആക്സിഡൻ്റ് കാണുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പെട്ടെന്ന് ഈ കുഴികളും നടക്കപ്പോൾ മഴയില്ലാത്തൊരു സമയമാണ്. ഈ കുഴികൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അല്ലേ. മാസങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്ത് അപകടത്തിൽ ഒരാൾ മരിച്ചിരുന്നു. അതിനുശേഷം ഡിവൈഡറുകൾ സ്ഥാപിച്ച് വാഹനങ്ങളുടെ വേഗത നിയന്ത്രിച്ചത് മൂലമാണ് അപകടങ്ങൾക്ക് അല്പമെങ്കിലും കുറവുണ്ടായത്. ആറങ്ങോട്ടുകര സെൻറ്ററിലും അതുപോലെ തന്നെ എഴുമങ്ങാടും ഒക്കെ റോഡിൽ വളരെ വലിയ കുഴികളാണ് കണ്ടുവരുന്നത് ഇപ്പോഴുള്ളത്. അതുവഴി യാത്ര ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ചെറിയ വാഹനങ്ങൾക്ക് ഓട്ടോറിക്ഷ ബൈക്ക് ഇതിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുള്ളത്. ഒത്തിരി വലിയ അപകടങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മരണം വരെ സംഭവിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ റോഡും കാര്യങ്ങളും ശരിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു അപകടത്തിലേക്കാണ് നീങ്ങുകൊണ്ടിരിക്കുന്നത്. തൃത്താല PWD ഓഫീസ് പരിധിയിൽ വരുന്ന തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ 4-ാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് ഇപ്പോൾ അപകടാവസ്ഥ നിലനിൽക്കുന്നത്. ആറങ്ങോട്ടുകര ഭാഗത്ത് നിരവധി അപകടങ്ങളാണ് ഈ കുഴികൾ മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
വൈകുന്നേരങ്ങളിലായാൽ അധികം ട്രാഫിക് ബ്ലോക്കുകളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ എഴുമങ്ങാട് ബാറിൻ്റെ പ്രദേശത്ത് മുമ്പ് ഒരു അപകടം ഉണ്ടായിട്ട് ഒരു വ്യക്തി മരണപ്പെടുകയുണ്ടായി. ഈ കുഴികൾ മൂലമാണ് സംഭവിക്കുന്നത്. മഴ പെയ്തിട്ട് ആ കുഴിയിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ വാഹനങ്ങൾക്ക് അതിൻ്റെ എത്ര ആഴം ആ കുഴിക്കുണ്ടെന്ന് അറിയാൻ കഴിയാതെ ബൈക്കുകാരൊക്കെ അതിൽ വീണിട്ട് അപകടങ്ങളൊരു നിത്യസംഭവമായിട്ടാണ് ഉണ്ടായത്. കുഴികളടക്കാൻ വേണ്ട അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് വ്യാപാരികളും നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. CCTV ന്യൂസ് തളി. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. കൊപ്പം പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജൂൺ 15 മുതൽ വാർഷിക മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 14 വരെ ക്യാമ്പയിൻ നീണ്ടുനിൽക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ പ്രവാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് 2019 തുടങ്ങിയ രജിസ്റ്റേർഡ് സംഘടനയാണ് കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മ. സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലകളിൽ വളർച്ചയെ ലക്ഷ്യം വെച്ച് പ്രവാസികളുടെ സമസ്ത മേഖലകളിലും ഈ സംഘടന ഇടപെട്ട് പ്രവർത്തിച്ചു വരികയാണ്. കൊപ്പം പഞ്ചായത്തിലെ പ്രവാസികളായ ആളുകൾക്ക് സംഘടനയിൽ അംഗത്വമെടുക്കാനുള്ള അവസരമാണ് ജൂൺ 15 മുതൽ ഓഗസ്റ്റ് 14 വരെ മെമ്പർഷിപ്പ് ക്യാമ്പയിനിലൂടെ നടത്തുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മൾ കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മയുടെ 2024 മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ എത്തിയിട്ടുള്ളത്. കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മ 2019 കൊപ്പം പഞ്ചായത്തിലെ പ്രവാസികളെ എല്ലാവരെയും ചേർത്ത് പിടിച്ചൊരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെ രജിസ്റ്റേർഡ് സംഘടനയായി രൂപീകരിച്ച പഞ്ചായത്തിലെ പ്രവാസികളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലകളിൽ വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രശംസനീയമായ നാഴികക്കല്ലുകൾ പിന്നിട്ടുകൊണ്ട് പ്രവാസികളുടെ സമസ്ത മേഖലകളിലും ഇടപെട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കൊപ്പം പഞ്ചായത്തിലെ പ്രവാസികളായ ഇന്നുവരെ കൂട്ടായ്മയിൽ അംഗത്വം എടുക്കാത്ത എല്ലാ അംഗങ്ങളെയും ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിനിലൂടെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഈ വരുന്ന ജൂൺ 15 2024 മുതൽ ആഗസ്റ്റ് 14 2024 വരെ വാർഷിക മെമ്പർഷിപ്പ് ക്യാമ്പയിനായിട്ട് നടത്തുകയാണ്. ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമാവാൻ നിലവിൽ കൊപ്പം പഞ്ചായത്തിലെ എല്ലാ പ്രവാസികളായ സുഹൃത്തുക്കളെയും ക്ഷണിക്കുകയാണ്. കൂട്ടായ്മയിൽ അംഗത്വം എടുക്കുന്ന മെമ്പർമാർക്ക് മരണാന്തര ധനസഹായം, ഗുരുതരമായ രോഗത്താൽ ഭീമമായ ചികിത്സാ ചെലവ് ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ അംഗങ്ങൾക്കുള്ള ചികിത്സാ ധനസഹായം, തീർത്തും ബുദ്ധിമുട്ടിലുള്ള പ്രവാസി അംഗങ്ങൾക്ക് സഹായമെത്തിക്കൽ, മക്കളുടെ വിദ്യാഭ്യാസ പ്രോത്സാഹനത്തിനുതകുന്ന പഠന സാമഗ്രികളുടെ വിതരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്നുണ്ട്. കൂട്ടായ്മ പല പദ്ധതികളും മെമ്പർമാർക്കും അവരുടെ കുടുംബങ്ങൾക്കും നമ്മൾ നടപ്പിൽ വരുത്തുന്നുണ്ട്. അതിലൊരു പദ്ധതിയാണ് കൂട്ടായ്മയുടെ തൂവൽ സ്പർശം. ആ പദ്ധതി പ്രകാരം മെഡിക്കൽ ഉപകരണങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് നൽകി വരുന്നുണ്ട്. കൂടാതെ പിന്നെ കൂട്ടായ്മയുടെ അംഗങ്ങളുടെ മക്കളുടെ കല്യാണത്തിന് മംഗല്യനിധി എന്ന് പറഞ്ഞൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. നിബന്ധനകൾക്ക് വിധേയമായി 10,000 രൂപ വരെ നമ്മൾ കുടുംബങ്ങൾക്ക് പാരിതോഷികമായി നൽകുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൽ പദ്ധതികൾ. പിന്നെ പല പദ്ധതികളും ഉണ്ട് നമ്മളുടെ ഇനിയും ഭാവിയിൽ നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എല്ലാ മെമ്പർമാരും കൊപ്പം പഞ്ചായത്തിൽ സ്ഥിരതാമസമാക്കിയ എല്ലാ പ്രവാസികളും ഇതിൽ മെമ്പർഷിപ്പ് എടുക്കുക. കൂടാതെ കൂട്ടായ്മയുടെ തുവൽ സ്പർശം പദ്ധതിയുടെ ഭാഗമായി മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതിയും കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അംഗങ്ങളുടെ മക്കൾക്ക് വിവാഹ ധനസഹായം ഉൾപ്പെടെയുള്ള പദ്ധതികളും നടത്തി വരുന്നു. ഒരു ബിസിനസ് എന്നൊരു താല്പര്യം കൂടെ മനസ്സിൽ കണ്ടു.
അതിനുള്ള ചർച്ചകൾ കാര്യങ്ങളെല്ലാം ചെയ്ത് അപ്പോഴാണ് ഒരു ഹോസ്പിറ്റൽ എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. അങ്ങനെ ഇതിൽ തൽപരരായ ബിസിനസ്സിൽ തൽപരരായ കുറേ ആളുകൾ ചേർന്ന് ഷെയറുകൾ എടുത്ത് കൊപ്പത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരു കൊപ്പം പഞ്ചായത്തിന് അല്ലെങ്കിൽ കൂടെ കൊപ്പത്തോട് ചേർന്ന് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളൊരു കൊപ്പം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ വർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പൂർണ്ണ എത്തിയാൽ പട്ടണത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. നമ്മുടെ കൂട്ടായ്മയിൽ കുറേ അംഗങ്ങൾ ഇനിയും ഇതിൽ പങ്കാളികളാകാൻ ബാക്കിയുണ്ട്. അവരോട് സ്നേഹപൂർവ്വം ഇവിടെ പറയുകയാണ്, എല്ലാവരും ഈ കൂട്ടായ്മയിൽ പങ്കാളികളാകണം. നമ്മുടെ ഈ സംരംഭം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. കൊപ്പം പ്രവാസി യുണൈറ്റഡ് LLBയുടെ KPU മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ പ്രവർത്തനവും നടപ്പാക്കി വരുന്നുണ്ടെന്നും ഭാരവാഹികൾ സൂചിപ്പിച്ചു. വാർത്താ സമ്മേളനത്തിൽ അഡ്വൈസറി ബോർഡ് മെമ്പർ അഷ്റഫ് അലി മണ്ണങ്കോട്, കോർഡിനേറ്റർ അബൂബക്കർ സിദ്ദീഖ്, എക്സിക്യൂട്ടീവ് മെമ്പർ അബ്ദുൾ റസാഖ്, ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ മണ്ണങ്കോട്, എക്സിക്യൂട്ടീവ് അംഗം ഉമ്മർ കെട്ടി അക്കപ്പറമ്പിൽ തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. AUPS രായിരനെല്ലൂരിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. UP തലത്തിൽ സ്കൂൾ ലീഡറായി ഫാത്തിമ ഹുദയും സെക്കൻഡ് ലീഡറായി ഫെബിനയെയും തെരഞ്ഞെടുത്തു. LP തലത്തിൽ ഹംദാൻ ഫസ്റ്റ് ലീഡറായും അനിരുദ്ധിനെ സെക്കൻഡ് ലീഡറായും തെരഞ്ഞെടുത്തു. സ്കൂളിലെ അധ്യാപകരായ വിനീത്, സക്കറിയ, പ്രമോദ്, അജിത്, നിഖിൽ, ജയരാജൻ, സുബ്രഹ്മണ്യൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. ജനാധിപത്യബോധം കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിനും പൊതു തിരഞ്ഞെടുപ്പിന്റെ രീതി കുട്ടികൾക്ക് മനസ്സിലാകുന്നതിനുമാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. വിളയൂർ പഞ്ചായത്തിലെ 10ാം വാർഡ് ഔഷധ ഗ്രാമമാക്കി മാറ്റുന്ന പദ്ധതിക്ക് തുടക്കമായി. പേരടിയൂർ സ്കൂളിലെ കുട്ടികൾക്ക് ആര്യവയ്പ് തൈകൾ വിതരണം ചെയ്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലെ പേരടിയൂരിലാണ് ഔഷധ ഗ്രാമം പദ്ധതി നടപ്പാക്കുന്നത്. വാർഡിലെ മുഴുവൻ വീടുകളിലും ഔഷധത്തോട്ടം ലക്ഷ്യമിട്ടുകൊണ്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി എല്ലാ വീടുകളിലേക്കും ആര്യവേപ്പിൻ തൈകൾ വിതരണം ചെയ്യും. പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം പേരടിയൂർ സ്കൂളിൽ നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് ആര്യവേപ്പിൻ തൈകൾ നൽകിക്കൊണ്ടായിരുന്നു നിർവഹിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ തൈകളുടെ വിതരണം നിർവഹിച്ചു. ഏറ്റവും പ്രധാനം എന്നറിയോ, നല്ല വായു വേണം. നല്ല ഭക്ഷണത്തോടൊപ്പം തന്നെ നല്ല ശുദ്ധമായ വെള്ളത്തോടൊപ്പം തന്നെ നമുക്ക് ശുദ്ധമായ വായു കൂടി വേണം. അപ്പോൾ നമുക്കറിയാം, നിങ്ങൾക്കിപ്പോൾ ഇഷ്ടംപോലെ ടീച്ചർമാരും എല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ പാഠഭാഗത്തിലൊക്കെ ഉണ്ടാവും. നല്ല മരങ്ങൾ വേണം ചുറ്റുപാടും, അല്ലേ? എങ്കിലും നമുക്ക് നല്ല ശുദ്ധമായ വായു കിട്ടുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അങ്ങനെ ഈ ഒരു മരം ഉണ്ടല്ലോ, ആര്യവേപ്പ്, നിങ്ങളെ വാർഡ് മെമ്പർ പ്രത്യേകം താല്പര്യം എടുത്തുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇവിടെ വിതരണം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തുടക്കം എന്നുള്ള നിലയിൽ വാർഡ് മെമ്പർ തന്നെയാണ് ഇപ്പോൾ ഇതിലേക്ക് വേണ്ട എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ളത്. കുറേ ദൂരത്തിൽ നിന്നാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ തൈ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ തൈയൊക്കെ കൊണ്ടുപോയിട്ട് എല്ലാവരും നേരെ സൂക്ഷിക്കില്ലേ, നല്ലോണം നോക്കി പരിപാലിച്ച് നിങ്ങൾ വളരുന്നതോടൊപ്പം, അതായത് നിങ്ങളിങ്ങനെ 2ാം ക്ലാസ്സിൽ പോവും, 4ാം ക്ലാസ്സിൽ പോവും, 5ാം ക്ലാസ്സിൽ പോവും, 6ാം ക്ലാസ്സിൽ പോവും, അങ്ങനെ പോണതിൻ്റെ ഒപ്പം നമ്മുടെ മരം വലുതായി വരില്ലേ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സും +2 ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ വെച്ച ഈ മരം ഏറ്റവും നല്ല ശുദ്ധമായ വായു ഒക്കെ തന്ന് നല്ല രീതിയിൽ പരിപാലിച്ച് നിങ്ങൾ കൊണ്ടുവരണം. ഗ്രാമപഞ്ചായത്ത് അംഗം T ഷാജിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപിക ഷീജ അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം T ഷാജി, M മനോജ്, സ്മിത തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഈരോഡിൽ നിന്നുമാണ് ആര്യവേപ്പിൻ തൈകൾ എത്തിച്ചിട്ടുള്ളത്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.